എൻ്റെ പൊന്നോ 8ന്റെ പണി കിട്ടുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്കത് കിട്ടി. എൻ്റെ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞ പോലെ മഴയുണ്ടെന്ന് വിചാരിച്ച് ഹുഡി ഇട്ട് പോയ ദിവസം ഇനി മഴ പെയ്തില്ല. പക്ഷെ ഇന്ന് ഞാൻ ഹുഡി ഇടാണ്ട് ഹാഫ് സ്ലീവ് ഇട്ട് പോയ ദിവസം കൃത്യം മഴയും പെയ്തു. എൻ്റെ അമ്മ എന്തേ ഞാൻ ഈ മഴയത്ത് ഹാഫ് സ്ലീവ് ഇട്ട് പോകുന്നു റെക്കോർഡ് ചെയ്യായിരുന്നു. എല്ലാ മഴ ദിവസം എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ പുറത്ത് പോകുന്നത്? നല്ല ചൂടുള്ള മാഗി കഴിക്കേണ്ട സമയത്ത് ഞാൻ ദേ പുറത്ത് പോയി. പക്ഷെ അതൊരു രസമായിരുന്നു. ഞാൻ ദേ പുറത്ത് പോയി. മഴ കാരണം ആ കാര്യവും നടന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് അതേപടി വരേണ്ടി വന്നു. എൻ്റെ ട്രാവൽ കോസ്റ്റ് വേസ്റ്റ് ആക്കണമെന്ന് വെച്ചിട്ട് ഞാൻ മെക്ഡി കയറി 6 നെഗറ്റ്സ് കഴിച്ചു. നല്ല പൊരിഞ്ഞ മഴയും നല്ല ചൂട് നെഗറ്റ്സും അടിപൊളിയായിരുന്നു. നമ്മോട് ആ കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്നാലും ദേ രാത്രിയപ്പോൾ വീണ്ടും പെരും മഴ. 1 മണിക്കാണ്. ഇവിടെ ദുബായിൽ ഇങ്ങനത്തെ മഴ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ മഴ 1 ദിവസമോ 2 ദിവസമോ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. 2 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. 2ാമത്തെ ദിവസം എൻ്റെ അച്ഛൻ നല്ല നാടൻ കോഴി കിട്ടും. അച്ഛൻ്റെ സ്പെഷ്യലായിട്ട് നാടൻ കോഴിയാണ്. ചിക്കൻ സ്പെഷ്യലാണ്. നാടൻ ചിക്കൻ ആണ്. നാടൻ ചിക്കൻ ആണ് അച്ഛന്റെ സ്പെഷ്യലാണ്. റെസിപ്പി കണ്ട ഒരു കമന്റ് ചെയ്യാം. ഓക്കേ കണ്ടാ കണ്ടാ അതൊക്കെ പിടി പിടിച്ച് കഴിഞ്ഞാണ്ടല്ലോ. സ്മൈൽ ചെയ്തേ. അങ്ങനെ ഇന്നത്തെ ഒരു മഴ ദിവസം ഞാൻ അച്ഛന് നാടൻ കോഴി കറിയും പിന്നെ കുറച്ച് ചോറ്, ഞാൻ കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ, 2 ഉരുളയ്ക്കുള്ള ചോറേ എടുത്തിട്ടുള്ളൂ. കാരണം അതിന് മുന്നേ ഞാൻ ഒരു 5-6 ബ്രെഡിൽ ന്യൂട്ടെല്ല തേച്ചിട്ട് വാരി തിന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ള വിശപ്പും പോയി. എന്തെങ്കിലും നല്ല സാധനം തിന്നാൻ വരുമ്പോൾ ഞാനായിട്ട് എൻ്റെ വിശപ്പ് കളയും. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വ്ലോഗായിട്ട് അടിപൊളിയായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.